ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. ഇന്നത്തെ വീഡിയോ ഇതുപോലൊരു ഷോർട്ട് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു അറ്റാക്കിനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലൊരു സ്റ്റിക്കിൻ്റെ അറ്റാക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഒരു കള്ളന്മാരുടെ ആക്രമണം, അതുപോലെ ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് കുർവാ സംഘത്തിൻ്റെ ആക്രമണം എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒന്ന് പ്രതിരോധിക്കാൻ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിലൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റിക്ക് വെച്ച് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു കാലം മുന്നിലേക്ക് വെക്കുക, സ്റ്റിക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ ഇവിടുന്ന് താഴെ നിന്ന് ഒരു കൈ ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഈ സ്റ്റിക്ക് ഇങ്ങനെ പിടിക്കാണ്ട്. പിന്നെ ഇവിടുന്ന് ഇത്രയും ഒരു പാർട്ടിലേക്കാണ് നമ്മൾ അറ്റാക്ക് പോയിന്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫോഴ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പം ഒരു എൻഡ് ടാർഗറ്റിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം അറ്റാക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇവിടുന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഹെഡിലേക്ക് താഴേന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഹെഡിലേക്ക് അറ്റാക്ക് വരുന്ന രീതിയിൽ താഴേക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കൈ ഇതുപോലെ ബാക്കിലേക്ക്, ബോഡി ടേൺ ബാക്കിലേക്ക് കൊടുക്കാതെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എൽബോ മാത്രം ഇതുപോലെ കൈ ഇതുപോലെ റേസ് ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്യാം. 1 ഫേസിലേക്ക് വരുന്ന രീതിയിൽ. 2 ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കിൻ്റെ ആക്ഷൻ മാത്രം കൊടുക്കാതെ ബോഡിയുടെ ഒരു ഡൗണും കൂടി ചെയ്യുന്ന സമയത്തൊക്കെ ബോഡിയുടെ ഒരു ഇതുപോലെ ഒരു ആക്ഷൻ കൂടി കൊടുക്കുക. മാക്സിമം ഫോഴ്സ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു ആക്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുക. സെയിം ഹെഡിലേക്ക് ഫസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഫേസിലേക്ക് വരുന്ന രീതിയിൽ, സൈഡിൽ നിന്ന് ഫേസിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ടേൺ, ലെഗിന് ചെറിയൊരു ടേൺ, ബോഡിയുടെ ഒരു ടേൺ കൊടുക്കുക. നെക്സ്റ്റ് മിഡിലേക്ക് വരുന്ന രീതിയിൽ, മിഡിലേക്ക് മുട്ടുകൈയുടെ ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു പൊസിഷൻ. അതുപോലെ തന്നെ നീ ടു ഷിൻ താഴേക്ക് വരുന്ന രീതിയിൽ. അത് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ഒന്ന് ബോഡി ഒന്ന് ബെൻഡ് ചെയ്യുക, നീ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് താഴേക്ക് വരുന്ന സമയത്ത് നിന്ന് ഇതുപോലെ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റിലേക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അറ്റാക്ക് ചെയ്യുന്നതൊന്നും അവിടെ സ്റ്റോപ്പ് ആവാതെ ഇതിൻ്റെ റിവേഴ്സ് എടുക്കുക. നമ്മൾ ഈ ചെയ്യുന്ന ആക്ഷൻ സ്റ്റിക്ക് അവിടെ സ്റ്റോപ്പായി പോവാതെ തിരിച്ച് അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുക. അപ്പോൾ ആ റിവേഴ്സ് എടുക്കുന്നത് അടുത്ത അറ്റാക്കിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാതെ പോകുന്നത് തിരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റോട് നോക്കാം. ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ഫേസിലേക്ക് ചെയ്യുന്ന സമയത്ത് 1 തിരിച്ചത് ഇവിടെ തന്നെ വെച്ചിട്ടോ. 1 2 3 ഓക്കെ. സെയിം 1 2. അപ്പോൾ ഈ ഒരു അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാതെ തിരിച്ചെടുക്കുക. 2 3 4. അപ്പം ഒരു സ്ഥലത്തും ഇതുപോയി ലാഗായി പോവാതെ 1 2 3 ആ ഒരു മൂവ്മെൻറ്റിൽ തിരിച്ചെടുക്കുക. അടുത്ത ആക്ഷനിലേക്ക്. അപ്പോൾ ഇനി എല്ലാത്തിനും ഒരു ബോഡിയുടെ ആക്ഷൻ കൂടി കൊടുത്തുകൊണ്ട് നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു സ്റ്റേജ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഒരു മൂവ്മെൻറ്റ് കൂടി അതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കിൻ്റെ മാത്രം പോവാതെ ബോഡിയുടെ ഒരു ആക്ഷൻ കൊടുക്കും. ഓക്കെ സെയിം. ഓക്കെ 1 2 സെയിം. അതുപോലെ ബോഡിയുടെ ഒരു ആക്ഷൻ കൂടി കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹെഡ്, സെക്കൻഡ് ഫേസ്, തേർഡ് മിഡിൽ, ലോവർ, ആ ഒരു മൂവ്മെൻറ്റിൽ 1 2 3 4 1 2 3 4 1 2 3 4. ഇനി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലെഗിൻ്റെ മൂവ്മെൻറ്റുകൾ ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൂവ്മെൻറ്റുകൾ ജസ്റ്റ് സ്റ്റെപ്പുകൾ ചേഞ്ച് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.